നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മുത്തലാഖിൽ കോടതി നിരീക്ഷണം. മുത്തലാഖ് കേസിൽ വാദം തുടരവെ വിശദീകരണവുമായി സുപ്രീം കോടതി. മുത്തലാഖ് എതിർക്കപ്പെടേണ്ടതെങ്കിലും വ്യക്തി നിയമമായി നിലനിൽക്കുന്നു. നിരോധിക്കുകയാണെങ്കിലും പ്രത്യാഘാതങ്ങൾ അപ്പോൾ പരിശോധിക്കാം. മുത്തലാഖിൽ ഉഭയകക്ഷി സമ്മതമില്ലെന്നും കോടതി നിരീക്ഷണം. കേസിൽ നിലപാട് വ്യക്തമാക്കി അമിക്കസ് ക്യൂറിയും. തന്റെ വ്യക്തിപരമായ അഭിപ്രായം മുത്തലാഖ് പാപമാണെന്ന്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ മാത്രമാണ് മുത്തലാഖ് നിലനിൽക്കുന്നതെന്നും സൽമാൻ ഖുർഷിദ്. കേസിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിൽ വാദം തുടരുന്നു. ഹെറാൾഡിൽ പിടിമുറുക്കി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ ആദായ നികുതി വകുപ്പിന് അന്വേഷണം നടത്താമെന്ന് ഡൽഹി ഹൈക്കോടതി. ഉത്തരവ് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേസ്. അസോസിയേറ്റ് ജേണൽ കമ്പനിയുടെ നിയന്ത്രണം യങ് ഇന്ത്യ എന്ന പുതിയ കമ്പനിക്ക് കൈമാറിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ. സോണിയയ്ക്കും രാഹുലിനും പുറമെ കേസിൽ മോട്ടിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബെ തുടങ്ങിയവരും പ്രതികൾ. എന്നാൽ പ്രശ്നവുമായി ബന്ധമില്ലാത്ത സുബ്രഹ്മണ്യ സ്വാമിക്ക് കേസ് നൽകാൻ അവകാശമില്ലെന്ന് കോൺഗ്രസ്. ആസ്ഥാനത്തെ അധികാരം. പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥയുടെ സ്ഥലം മാറ്റ വിവാദത്തിൽ വിശദീകരണവുമായി DGP TP സെൻകുമാർ. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള അധികാരം പോലീസ് മേധാവിക്കുണ്ട്. കാരാട്ട് റസാഖ് MLA പരാതി പൂട്ടിയത് ടി ബ്രാഞ്ച് ജൂനിയർ സൂപ്രണ്ട് കുമാരി ബീനയെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ സെൻകുമാർ. അതിനിടെ കുമാരി ബീനയെ സ്ഥലം മാറ്റിയതിന് കാരണമായി പറയുന്ന സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്ത് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് IG റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം വൈകിച്ചത് ഇന്റലിജൻസ് വിഭാഗമെന്നും IG. മൂന്നാറിൽ മുനകൂർപ്പിച്ച്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർക്കാർ പരാജയമെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് പിന്നാലെ വിശദീകരണവുമായി റവന്യൂ മന്ത്രി. ഒഴിപ്പിക്കൽ സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തെറ്റ്. സർവകക്ഷി യോഗത്തിനു ശേഷവും ഒഴിപ്പിക്കൽ നടപടികൾ തുടരുകയാണ്. ഏത് വകുപ്പിനെ കുറിച്ചും അഭിപ്രായം പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ടെന്നും E ചന്ദ്രശേഖരൻ. വിശദീകരണം. മൂന്നാർ വിഷയത്തിൽ PT തോമസ് നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. അതിനിടെ മൂന്നാറിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി. 144 പ്രഖ്യാപിക്കാനുള്ള അധികാരം ജില്ലാ മജിസ്ട്രേറ്റിനുണ്ടെങ്കിലും സർക്കാരിനെയും പോലീസിനെയും അറിയിക്കുന്നതാണ് കീഴ്വഴക്കം. മൂന്നാറിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പിണറായി. മുന്നറിയിപ്പുമായി അമേരിക്ക. പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമെന്ന ഇന്ത്യൻ വാദം അംഗീകരിച്ച് അമേരിക്ക. പത്താൻകോട്ട് ഭീകരാക്രമണത്തിനു പിന്നിലെ പാക് പങ്ക് തെളിഞ്ഞതായി US രഹസ്യാന്വേഷണ ഏജൻസി. ഭീകരാക്രമണം തടയുന്നതിൽ രാജ്യം പരാജയപ്പെട്ടെന്നും ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരെ ആക്രമണം നടത്താൻ പാക് ഭീകരർ പദ്ധതിയിടുന്നതായും അമേരിക്ക. ഇന്ത്യ പാക് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണാൻ നിർദ്ദേശം. അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപം ഈ വർഷം തന്നെ വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കും. നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുകയാണെന്ന തോന്നലുണ്ടായതോടെ ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നും അമേരിക്ക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.